പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. അപ്പം ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പം നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളില്ലെങ്കിൽ നമ്മുടെ മുഖഭാവം തന്നെ മാറിപ്പോകും അല്ലേ? പക്ഷേ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന കളക്ഷൻ ആ പടത്തിനുണ്ടെങ്കിൽ, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പടത്തിനുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം. അത് എനിക്ക് തോന്നുന്നു മോഹൻലാലിന് അല്പം കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് മോഹൻലാൽ ചിത്രങ്ങൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകും. പക്ഷേ അത് തന്നെയല്ല മിക്കവാറും നമുക്കിഷ്ടപ്പെടുന്ന ചിത്രങ്ങൾക്കൊക്കെ കളക്ഷൻ കൂടുന്നത് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ്. അതൊക്കെ തന്നെയാണ് കുറച്ച് ദിവസമായിട്ടുള്ള വീഡിയോ. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ കേരള കളക്ഷൻ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. കേരളത്തിൽ നിന്ന് 5,65,00,000 രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. അതിന് ചെറിയ ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. പിന്നെ അങ്ങനെ ടോട്ടൽ 51 കോടിയിലേക്ക് കേരള കളക്ഷൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, പിന്നെ ഹിന്ദി ബെൽറ്റ്, ഇവിടെയൊക്കെ തന്നെയാണ് ദൃശ്യം 3 ഓടുന്നത്. പിന്നെല്ലാം ബാക്കിയെല്ലാം വിദേശങ്ങളിലാണ്. അപ്പോൾ കർണാടക കളക്ഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. കർണാടകത്തിൽ വമ്പൻ കളക്ഷനാണ് ഉണ്ടാകുന്നത്. ഏകദേശം 10 കോടി രൂപയ്ക്ക് മുകളിലേക്ക് കർണാടക കളക്ഷൻ ഉയർന്നിട്ടുണ്ട്. ഇന്നലെ കർണാടകത്തിൽ നിന്ന് കിട്ടിയത് 43 ലക്ഷം രൂപയാണ്. അങ്ങനെ 10,28,00,000 കർണാടക കളക്ഷൻ ഉയർന്നിട്ടുണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, അവിടെയും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണുന്നുണ്ട്. അവിടെ ഇന്നലെയും 60 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 7 കോടിയിലേക്ക് ആന്ധ്ര, തെലുങ്കാന കളക്ഷൻ ഉയർന്നിരിക്കുന്നു. പിന്നെ നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇന്നലെ 50 ലക്ഷം രൂപ കളക്ഷൻ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും 6,35,00,000 കളക്ഷൻ ഉയർന്നിരിക്കുന്നു. പിന്നെ ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്തത് ഒരു 35 ലക്ഷം രൂപയാണ്. 5,04,00,000 രൂപയിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഇന്നലെ ഇന്ത്യ ഗ്രോഫായിട്ട് കിട്ടിയത് 7,48,00,000 രൂപയാണ്. അതിൽ ഞാൻ പറഞ്ഞ പോലെ 5,65,00,000 രൂപ കേരളത്തിൽ നിന്ന് കിട്ടിയാണ്. ബാക്കി 2 കോടിക്കടുത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടി. ുള്ള ബാക്കി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ 2 കോടി രൂപയ്ക്കടുത്തെന്ന് പറഞ്ഞാൽ വളരെ മികച്ചൊരു തുകയാണ്. കാരണം പണം റിലീഫ് ചെയ്ത് ഇത്രയും ദിവസമായിട്ടും ഇത് ഏകദേശം 2 കോടിക്കടുത്തൊക്കെ നേടുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. പ്രത്യേകിച്ചൊരു മലയാള സിനിമ. തെലുങ്ക്, ഹിന്ദി, തമിഴൊക്കെ എടുക്കുമ്പം അവിടെയൊക്കെ വമ്പൻ എന്താ പറയുന്നത് പ്രൊഡക്ഷൻ ഹൗസും വമ്പൻ മുടക്കുമുതലുമൊക്കെ ആയിരുന്നു. 100 കോടി കുറഞ്ഞുള്ള യാതൊരു സിനിമയും ഇറങ്ങുന്നില്ല. ആ സ്ഥാനത്ത് നമ്മുടെ 20-25 ലക്ഷം രൂപ മുടക്കുമുതലുള്ള ചിത്രം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് വിജയിക്കണമെന്നൊന്നുമില്ല. പക്ഷേ അതൊക്കെ മേലെയുള്ളൊരു വിജയമാണ് ദൃശ്യം 3 നമുക്ക് കാട്ടിത്തരുന്നത്. ഏകദേശം ഹിന്ദി ബെൽറ്റ് കേരളം ഒഴിച്ചുള്ള ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 30 കോടിക്കടുത്ത് തുക കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. മികച്ച രീതിയിലുള്ള കളക്ഷൻ, ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുക. ഏകദേശം 6 കോടിക്കടുത്ത് ഇന്നും കേരളത്തിൽ നിന്ന് കളക്ഷൻ ഉണ്ടാകും. ഗ്രോഫ് ഏകദേശം അതും 8 കോടിക്കടുത്ത് കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യ ഗ്രോഫ് ഇപ്പോൾ 80 കോടിക്കടുത്ത് ചെന്ന് നിൽക്കുകയാണ്. ഇന്നുകൊണ്ട് ഏകദേശം 88 കോടിയിലേക്കൊക്കെ അടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ താമസിക്കാതെ തന്നെ ഇന്ത്യ ഗ്രോഫ് 100 കോടി കടക്കും. വൈകാതെ തന്നെ ഓവർഫീസ് കളക്ഷനും 100 കോടി കടക്കും. അങ്ങനെ ചിത്രം 200 കോടിയിലേക്ക് എത്തപ്പെടും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.